എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2016 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഥവാ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ചോദ്യം നമ്പർ 1. മീൻ വിൽപ്പനക്കാരന്റെ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ രാജിയുടെ വീട്ടിലെ പൂച്ച അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ഇവിടെ പൂച്ചയിൽ ഇങ്ങനെയൊരു സ്വഭാവമാറ്റത്തിന് കാരണമായത് ഏതുതരം പഠനം മുഖാന്തരമാണ്? മീൻ വിൽപ്പനക്കാരന്റെ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ രാജിയുടെ വീട്ടിലെ പൂച്ച അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ഇവിടെ പൂച്ചയിൽ ഇങ്ങനെയൊരു സ്വഭാവമാറ്റത്തിന് കാരണമായത് ഏതുതരം പഠനം മുഖാന്തരമാണ്? എ. അന്ധദൃഷ്ടി പഠനം, ഇൻസൈറ്റ് ലേണിംഗ്. ബി. പ്രവർത്തനാനുബന്ധനം, ഓപ്പറന്റ് കണ്ടീഷനിങ്. സി. നിരീക്ഷണ പഠനം, ഒബ്സർവേഷണൽ ലേണിംഗ്. ഡി. പൗരാണികാനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഡി ആണ് ഉത്തരം. 2. പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? പെടാത്തതാണ് ചോദിച്ചത്. എ. ഐന്ദ്രിക ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ബി. ആശയധാരണ പൂർവഘട്ടം, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. സി. ഉദഹനഘട്ടം, ഇൻഡ്യൂറ്റീവ് സ്റ്റേജ്. ഡി. ബിംബനഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. ഇതിലേതാണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബിംബനഘട്ടമാണ്, ഐക്കോണിക് സ്റ്റേജ്. ഇത് പിയാഷെയുടെയിൽ പെട്ടതല്ല, പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെട്ടതല്ല. ഡി ആണ് ഉത്തരം. 3. ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷത മനസ്സിലാക്കുവാനായി മിനി ടീച്ചർ തീരുമാനിച്ചു. ഇതിനായി കുട്ടിയെ തന്റെ മുന്നിൽ വിളിച്ചിരുത്തി ടീച്ചർ ഓരോ വാക്കുകൾ പറയാൻ തുടങ്ങി. ഓരോ വാക്ക് കേൾക്കുമ്പോഴും അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിലേക്ക് അപ്പോൾ വരുന്ന അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഒരു പേപ്പറിൽ എഴുതുവാൻ ആവശ്യപ്പെട്ടു. ഇവിടെ മിനി ടീച്ചർ ഉപയോഗിച്ച രീതി ഏതാണ്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷത മനസ്സിലാക്കുവാനായി മിനി ടീച്ചർ തീരുമാനിച്ചു. ടീച്ചറുടെ പേരാണ് മിനി. ഇതിനായി കുട്ടിയെ തന്റെ മുന്നിൽ വിളിച്ചിരുത്തി ടീച്ചർ ഓരോ വാക്കുകൾ പറയാൻ തുടങ്ങി. ഓരോ വാക്ക് കേൾക്കുമ്പോഴും അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിലേക്ക് അപ്പോൾ വരുന്ന അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഒരു പേപ്പറിൽ എഴുതുവാൻ ആവശ്യപ്പെട്ടു. ഇവിടെ മിനി ടീച്ചർ ഉപയോഗിച്ച രീതി ഏതാണ്? എ. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ബി. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. സി. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഡി. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഉത്തരം ബി ആണ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ബി ആണ് ഉത്തരം. 4. അഭിരുചിയുമായി അഥവാ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അഭിരുചിയുമായി അഥവാ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ 3 പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് പറയേണ്ടത്. എ. അഭിരുചി ഒരാളുടെ പ്രത്യേകമായ മാനസിക ശേഷിയാണ്. അഭിരുചി ഒരാളുടെ പ്രത്യേകമായ മാനസിക ശേഷിയാണ്. ബി. അഭിരുചി പരിശീലനം വഴി മെച്ചപ്പെടില്ല. അഭിരുചി പരിശീലനം വഴി മെച്ചപ്പെടില്ല. സി. അഭിരുചി പ്രസക്തമായ പ്രവർത്തന രംഗത്ത് ഭാവിയിൽ കാണാവുന്ന ശേഷിയെ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏതാണ് ശരി എന്നാണ് പറയേണ്ടത്. ഇതിൽ എ ശരിയാണ്. അഭിരുചി ഒരാളുടെ പ്രത്യേകമായ മാനസിക ശേഷിയാണ്. രണ്ടാമത്തെ, അഭിരുചി പരിശീലനം വഴി മെച്ചപ്പെടില്ല എന്നത് ശരിയല്ല. മെച്ചപ്പെടും, പരിശീലനം വഴി അഭിരുചി മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ രണ്ടാമത്തെ ആ പ്രസ്താവന തെറ്റാണ്.
മൂന്നാമത്തെ അഭിരുചി പ്രസക്തമായ പ്രവർത്തന രംഗത്ത് ഭാവിയിൽ കാണാവുന്ന ശേഷിയെ സൂചിപ്പിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ എയും സിയും ശരിയാണ്, ബി തെറ്റാണ്. അപ്പോൾ രണ്ടും എയും സിയും വരുന്നത് ബി എന്ന ഓപ്ഷനിലാണ്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 5. താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം അഥവാ ടെമ്പററി ഇൻസാനിറ്റിയുടെ കാലം എന്ന് ഹോളിംഗ്വർത്ത് വിശേഷിപ്പിച്ചത് ഏത് കാലഘട്ടത്തെയാണ്? താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം എന്ന് ഹോളിംഗ്വർത്ത് വിശേഷിപ്പിച്ചത് ഏത് കാലഘട്ടത്തെയാണ്? എ കൗമാരം അഡോളസെൻസ്, ബി കുട്ടിക്കാലം ഇൻഫാൻസി, സി ശൈശവം ചൈൽഡ്ഹുഡ്, ഡി ആദ്യ യൗവനകാലം ഏർലി അഡൽട്ട്ഹുഡ്. ഉത്തരം എ ആണ്, കൗമാരം അഡോളസെൻസ്. 6. വൈകാരിക സ്ഥിരതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എന്തെല്ലാം? വൈകാരിക സ്ഥിരതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എന്തെല്ലാം? 1. സ്വയം ബഹുമാനം തോന്നുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുക. 2. തനിക്ക് എത്തിച്ചേരാനാവാത്ത ലക്ഷ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആകുലനാവുക. തനിക്ക് എത്തിച്ചേരാനാവാത്ത ലക്ഷ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആകുലനാവുക. 3. ഏതൊരു കാര്യവും ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. 4. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യം ഉണ്ടാവുക. ഇതിൽ വൈകാരിക സ്ഥിരതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷതകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത്തെ നോക്കാം, സ്വയം ബഹുമാനം തോന്നുക, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുക. അത് വൈകാരിക സ്ഥിരതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷതയാണ്, അത് ശരിയാണ്. 2. തനിക്ക് എത്തിച്ചേരാനാവാത്ത ലക്ഷ്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ആകുലനാവുക. അതുണ്ടാവില്ല, അത് തെറ്റാണ്. അത് വൈകാരിക സ്ഥിരതയുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഏതൊരു കാര്യവും ക്ഷമയോടെ കൈകാര്യം ചെയ്യാം, അത് വേണം. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യം ഉണ്ടാവുക, അതും വേണം. അപ്പോൾ 1, 3, 4 ശരിയാണ്. രണ്ടാമത്തത് പറ്റില്ല. അപ്പൊ രണ്ടാമത്തത് ഇല്ലാത്തത് ഏതിലാണ്? രണ്ടാമത്തെ ഇല്ലാത്തത് എ എന്ന ഓപ്ഷനിൽ മാത്രമാണ്. അപ്പൊ എ എന്ന ഓപ്ഷനാണ് ശരി. 7. രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിലെ ഏത് കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിലെ ഏത് കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? എ വ്യവസ്ഥാപിത തലം കൺവെൻഷനൽ ലെവൽ, ബി വ്യവസ്ഥാപിതാനന്തര തലം പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ, സി വ്യവസ്ഥാപിത പൂർവതലം പ്രീ കൺവെൻഷനൽ ലെവൽ, ഡി ഹെററ്റോണമി അതോറിറ്റി തലം ഹെററ്റോണമി അതോറിറ്റി ലെവൽ. ഏതാണ് ശരിയായ ഉത്തരം? സി ആണ്. വ്യവസ്ഥാപിത പൂർവതലം പ്രീ കൺവെൻഷനൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ പ്രീ കൺവെൻഷനൽ ലെവലിലാണ് രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുള്ളത്. 8. സ്കൂളിൽ ക്ലാസ് തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ആ പുതിയ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളെയും ഫൈസൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഫൈസലിൽ പ്രകടമായത് ഏത് തരം ബുദ്ധിശക്തിയായിരിക്കും? സ്കൂളിൽ ക്ലാസ് തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ആ പുതിയ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളെയും ഫൈസൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഫൈസലിൽ പ്രകടമായത് ഏത് തരം ബുദ്ധിശക്തിയായിരിക്കും? എ കായിക ചാലക ബുദ്ധിശക്തി ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ബി സംഗീതാത്മക താളാത്മക ബുദ്ധിശക്തി മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ്, സി വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഡി ആത്മദർശന ബുദ്ധിശക്തി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഉത്തരം സി ആണ്. വ്യക്തി പാരസ്പര്യ ബുദ്ധിശക്തി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സൂചിപ്പിക്കുന്ന ഏറ്റവും അനുയോജ്യമായ വെൺ ചിത്രം കണ്ടുപിടിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സൂചിപ്പിക്കുന്ന ഏറ്റവും അനുയോജ്യമായ വെൺ ചിത്രം കണ്ടുപിടിക്കുക.
ഇതിൽ ABCD 4 കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏതാണ് ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസത്തെ അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സൂചിപ്പിക്കുന്ന ഏറ്റവും അനുയോജ്യമായ വെൺചിത്രം? ഉത്തരം D ആണ്. 10. സംഘബന്ധ പൂർവകാലം അഥവാ പ്രീ ഗ്യാങ് ഏജ് എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ്? സംഘബന്ധ പൂർവകാലം അഥവാ പ്രീ ഗ്യാങ് ഏജ് എന്ന് മനഃശാസ്ത്രജ്ഞൻ വിളിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ്? A. ശൈശവം ഇൻഫാൻസി. B. പിൽക്കാല ബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ്. C. ആദ്യകാല ബാല്യം ഏർലി ചൈൽഡ്ഹുഡ്. D. മധ്യകാല ബാല്യം മിഡിൽ ചൈൽഡ്ഹുഡ്. ഉത്തരം C ആണ്. ആദ്യകാല ബാല്യം ഏർലി ചൈൽഡ്ഹുഡ്. ഏർലി ചൈൽഡ്ഹുഡിന് അഥവാ ആദ്യകാല ബാല്യത്തെയാണ് സംഘബന്ധ പൂർവകാലം അഥവാ പ്രീ ഗ്യാങ് ഏജ് എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. C ആണ് ഉത്തരം. 11. അന്തർമുഖരായ കുട്ടികളുടെ അഥവാ ഇൻട്രോവേർട്ടുകളായ കുട്ടികളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? അന്തർമുഖരായ അഥവാ ഇൻട്രോവേർട്ടുകളായ കുട്ടികളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? A. ഭാഷണത്തെക്കാൾ ലേഖനത്തിൽ മെച്ചമായിരിക്കും. B. എളുപ്പത്തിൽ ആകുലരാവില്ല. C. മറ്റുള്ളവരുടെ മുന്നിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാറില്ല. D. ദിവാസ്വപ്നങ്ങളിൽ മുഴുകിക്കഴിയുന്നു. അപ്പൊ ഇവരുടെ സവിശേഷതകളായി 3 ഉണ്ടാകും. അതിൽ ഒന്നാണ് സവിശേഷതകളിൽ പെടാത്തതായിട്ടുണ്ടാവുക. നോക്കാം. ഭാഷണത്തെക്കാൾ ലേഖനത്തിൽ മെച്ചമായിരിക്കും. അത് ഒരു ഇൻട്രോവേർട്ടായ ഒരു കുട്ടിയുടെ സ്വഭാവം തന്നെയാണ്. അവൻ അധികം സംസാരിക്കില്ല, സംസാരത്തിൽ ഇത്ര മികവുണ്ടാവില്ല, ലേഖനത്തിൽ മെച്ചമായിരിക്കാം. പിന്നെ എളുപ്പത്തിൽ ആകുലരാവില്ല, ഇത് തെറ്റാണ്. അപ്പൊ ഇതാണ് ശരി. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. അതായത് അന്തർമുഖരായ കുട്ടികളുടെ സവിശേഷതകളിൽ പെടാത്തത് അവർ എളുപ്പത്തിൽ ആകുലരാവും എന്നതാണ് സത്യം. അത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു അവർ എളുപ്പത്തിൽ ആകുലരാവില്ല. അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ നോക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാറില്ല, ശരിയാണ്. അന്തർമുഖരായ കുട്ടികൾ അങ്ങനെയാണ്. ദിവാസ്വപ്നങ്ങളിൽ മുഴുകി കഴിയുന്നു, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ സവിശേഷതകളിൽ പെടാത്തത് അവർ എളുപ്പത്തിൽ ആകുലരാവില്ല എന്നതാണ്. അപ്പോൾ B എന്ന ഓപ്ഷനാണ് ശരി. 12. താൻ ആരാണെന്നും തന്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്നും ഒക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ പ്രസാദ് അവനോട് തന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ ഒന്നിനും വ്യക്തമായ ഒരു ഉത്തരം കിട്ടാതെ കുറെ നേരം നിരാശനായിരിക്കും. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ 10ാം തരത്തിൽ പഠിക്കുന്ന പ്രസാദ് നേരിടുന്നത് ഏത് തരം സംഘർഷാവസ്ഥയാണ്? താൻ ആരാണെന്നും തന്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്നും ഒക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ പ്രസാദ് അവനോട് തന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ ഒന്നിനും വ്യക്തമായ ഒരു ഉത്തരം കിട്ടാതെ കുറെ നേരം നിരാശനായിരിക്കും. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ 10ാം തരത്തിൽ പഠിക്കുന്ന പ്രസാദ് നേരിടുന്നത് ഏത് തരം സംഘർഷാവസ്ഥയാണ്? A. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. B. പൂർണ്ണത്വം വേഴ്സസ് നിരാശ, ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. C. കാര്യക്ഷമതാബോധം വേഴ്സസ് നിശ്ചലത്വം, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. D. സ്വത്വ സ്ഥാപനം വേഴ്സസ് സ്വത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ D ആണ്. സ്വത്വ സ്ഥാപനം വേഴ്സസ് സ്വത്വ പ്രതിസന്ധി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. D എന്ന ഓപ്ഷനാണ് ശരി. 13. ജീവിതം ആരംഭിച്ച സമയം തൊട്ട് ഒരു വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും ചേർന്നതാണ്. ജീവിതം ആരംഭിച്ച സമയം തൊട്ട് ഒരു വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും ചേർന്നതാണ്. A. വളർച്ച. B. പരിസ്ഥിതി. C. വികസനം. D. പാരമ്പര്യം. ഉത്തരം B ആണ്, പരിസ്ഥിതി. ജീവിതം ആരംഭിച്ച സമയം തൊട്ട് ഒരു വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. B ആണ് ഉത്തരം, പരിസ്ഥിതി. 14. ഡിസ്പ്രാക്സിയ എന്ന പഠന വൈകല്യത്തിന്റെ ലക്ഷണം എന്ത്?
ഡിസ്പ്രാക്സിയ എന്ന പഠന വൈകല്യത്തിന്റെ ലക്ഷണം എന്ത്? എ. ഭാഷാ പഠനത്തിലുള്ള ബുദ്ധിമുട്ട്. ഭാഷാ പഠനത്തിലുള്ള ബുദ്ധിമുട്ട്. ബി. അക്ഷരങ്ങളുടെ രൂപം കുഴപ്പിക്കുക. സി. ശരീരാവയവങ്ങളുടെ ചലനങ്ങളെ ഫലപ്രദമായി ഏകോപിപ്പിക്കാൻ പറ്റാതെ വരിക. ഡി. ഗണിതപരമായ പ്രവർത്തനങ്ങളിൽ നേരിടുന്ന ബുദ്ധിമുട്ട്. ഇതിലേതാണ് ഡിസ്പ്രാക്സിയ എന്ന പഠന വൈകല്യത്തിന്റെ ലക്ഷണം? ഇതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരീരാവയവങ്ങളുടെ ചലനങ്ങളെ ഫലപ്രദമായി ഏകോപിപ്പിക്കാൻ പറ്റാതെ വരിക. സി എന്ന ഓപ്ഷനാണ് ശരി. 15. ഡിഗ്രി പഠനത്തിന് ശേഷം ബി.എഡിന് പോകണമോ അതോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അഭിലാഷ്. ഇവിടെ അദ്ദേഹം അനുഭവിക്കുന്ന സംഘർഷം ഏത് വിഭാഗത്തിൽപ്പെടും? ഡിഗ്രി പഠനത്തിന് ശേഷം ബി.എഡിന് പോകണമോ അതോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അഭിലാഷ്. ഇവിടെ അദ്ദേഹം അനുഭവിക്കുന്ന സംഘർഷം ഏത് വിഭാഗത്തിൽപ്പെടും? എ. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ബി. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. സി. അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഡി. ഇതൊന്നുമല്ല. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. എ ആണ് ഉത്തരം. 16. ബുദ്ധിശോധകങ്ങൾ വഴി അളക്കുവാൻ സാധിക്കാത്തത് ഏതാണ്? ബുദ്ധിശോധകങ്ങൾ വഴി അളക്കുവാൻ സാധിക്കാത്തത് ഏതാണ്? എ. സദൃശ ബന്ധങ്ങൾ കാണാനുള്ള കഴിവ്, എബിലിറ്റി ടു ഫൈൻഡ് അനലോഗി. ബി. വർഗീകരണം ചെയ്യാനുള്ള ശേഷി, എബിലിറ്റി ടു ക്ലാസിഫൈ. സി. അഭിരുചി അഥവാ ആപ്റ്റിറ്റ്യൂഡ്. ഡി. പ്രശ്ന നിർദ്ധാരണ ശേഷി, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. ഇതിലേതാണ് ബുദ്ധിശോധകങ്ങൾ വഴി അളക്കുവാൻ സാധിക്കാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം സി ആണ്. അഭിരുചിയാണ്, ആപ്റ്റിറ്റ്യൂഡ്. ഇത് അഭിരുചി ബുദ്ധിശോധകങ്ങൾ വഴി അളക്കാൻ സാധിക്കില്ല. അപ്പൊ സി എന്ന ഓപ്ഷനാണ് ശരി. 17. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം ഓർക്കാൻ ശ്രമിക്കുന്ന സുമേഷ് ആശ്രയിക്കുന്നത് ഏത് തരം ഓർമ്മയാണ്? 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം ഓർക്കാൻ ശ്രമിക്കുന്ന സുമേഷ് ആശ്രയിക്കുന്നത് ഏത് തരം ഓർമ്മയാണ്? എ. എപ്പിസോഡിക് മെമ്മറി. ബി. സെമാൻറ്റിക് മെമ്മറി. സി. ഇന്ദ്രിയ സ്മരണ അഥവാ സെൻസറി മെമ്മറി. ഡി. ഹ്രസ്വകാല സ്മരണ, ഷോർട്ട് ടേം മെമ്മറി. ഉത്തരം എ ആണ്. എപ്പിസോഡിക് ഓർമ്മ അഥവാ എപ്പിസോഡിക് മെമ്മറി. എ ആണ് ഉത്തരം. 18. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏതു കാലഘട്ടത്തിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കണ്ടുവരുന്നത്? ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏത് കാലഘട്ടത്തിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കണ്ടുവരുന്നത്? എ. പിൽക്കാല ബാല്യം. ബി. ശൈശവം. സി. കൗമാരം. ഡി. ആദ്യകാല ബാല്യം. എപ്പോഴാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കണ്ടുവരുന്നത്? ഏത് കാലഘട്ടത്തിലാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്. ആദ്യകാല ബാല്യം. ആദ്യകാല ബാല്യത്തിലാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ കണ്ടുവരുന്നത്. 19. ശൈശവകാലത്തെ ഭാഷണ രീതി തുടരുന്നത് മൂലം കുട്ടികൾക്ക് ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കുവാൻ പറ്റാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശൈശവകാലത്തെ ഭാഷണ രീതി തുടരുന്നത് മൂലം കുട്ടികൾക്ക് ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കുവാൻ പറ്റാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? എ. വിക്ക്. ബി. കൊഞ്ഞ. സി. അസ്പഷ്ടത. ഡി. ഇവയൊന്നുമല്ല. ഉത്തരം ബി ആണ്. കൊഞ്ഞ. ശൈശവകാലത്തെ ഭാഷണ രീതി തുടരുന്നത് മൂലം കുട്ടികൾക്ക് ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൊഞ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ലിസ്പിംഗ്. ബി എന്ന ഓപ്ഷനാണ് ശരി. 20. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അങ്കിതക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ട്.
താൻ നിശ്ചയിച്ചുറപ്പിച്ച ലക്ഷ്യം നേടുവാൻ സദാ കഠിന പരിശ്രമത്തിൽ ഏർപ്പെട്ട അവൾ താൽക്കാലിക പരാജയങ്ങളിൽ സങ്കടപ്പെടാറില്ല. അതുപോലെ നൈമിഷികമായ പരാജയങ്ങളിൽ നിന്നോ വേദനകളാലോ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാറില്ല. താൻ പഠിക്കുന്ന ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും കഴിയുന്ന അവളിൽ പരിപക്വമായ വ്യക്തിത്വത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അങ്കിതക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ട്. താൻ നിശ്ചയിച്ചുറപ്പിച്ച ലക്ഷ്യം നേടുവാൻ സദാ കഠിന പരിശ്രമത്തിൽ ഏർപ്പെട്ട അവൾ താൽക്കാലിക പരാജയങ്ങളിൽ സങ്കടപ്പെടാറില്ല. അതുപോലെ നൈമിഷികമായ പരാജയങ്ങളിൽ നിന്നോ വേദനകളാലോ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാറില്ല. താൻ പഠിക്കുന്ന ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും കഴിയുന്ന അവളിൽ പരിപക്വമായ വ്യക്തിത്വത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? എ. ആത്മവിപുലീകരണം അഥവാ സെൽഫ് എക്സ്റ്റൻഷൻ. ബി. ആത്മവസ്തുനിഷ്ഠത സെൽഫ് ഒബ്ജക്ഷൻ. സി. ഇണങ്ങിച്ചേർന്ന ജീവിത ദർശനം യൂണിഫൈങ് ഫിലോസഫി. ഡി. ഇവയൊന്നുമല്ല. ഇതിലേതാണ് ശരി? ശരിയായ ഓപ്ഷൻ എ ആണ്. ആത്മവിപുലീകരണം അഥവാ സെൽഫ് എക്സ്റ്റൻഷൻ. 21. കുട്ടികളിൽ സർഗപരത അഥവാ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദ്ധതികളിൽ പെടാത്തത് ഏതാണ്? കുട്ടികളിൽ സർഗപരത അഥവാ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദ്ധതികളിൽ പെടാത്തത് ഏതാണ്? എ. സൈനറ്റിക്സ്. ബി. അഡ്വാൻസ് ഓർഗനൈസർ. സി. ബ്രെയിൻ സ്റ്റോമിംഗ്. ഡി. പാർശ്വസ്ഥ ചിന്തനം. ഇതിലേതാണ് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദ്ധതികളിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഡ്വാൻസ് ഓർഗനൈസർ. സൈനറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ്, പാർശ്വസ്ഥ ചിന്തനം അഥവാ ലാറ്ററൽ തിങ്കിങ് ഇതൊക്കെ കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദ്ധതികൾ ആണ്. അതുകൂടി നമ്മൾ കൂട്ടത്തിൽ ഓർത്തു വെക്കുക. 22. 1986 ജനുവരിയിൽ ജനിച്ച സതീഷിന്റെ മാനസിക വയസ്സ് 30 ആയാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ IQ എത്രയാണ്? 1986 ജനുവരിയിൽ ജനിച്ച സതീഷിന്റെ മാനസിക വയസ്സ് 30 ആയാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ IQ എത്രയാണ്? അപ്പൊ IQ എങ്ങനെയാ കണ്ടെത്തുക? MA/CA into 100 അല്ലെ? ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. അതിന്റെ സൂത്രവാക്യം ഇങ്ങനെയാണ് നമുക്കറിയാം. MA എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് അഥവാ മാനസിക വയസ്സ്. CA എന്ന് പറഞ്ഞാലോ ക്രോണോളജിക്കൽ ഏജ് അഥവാ സാധാരണ വയസ്സ്. അതിനെ 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മാനസിക വയസ്സ് 30 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യം നമ്മൾ 2016 ചോദ്യപേപ്പറാണ് ഈ വായിക്കുന്നത്. 2016 ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ 2016 ഇദ്ദേഹത്തിന്റെ ക്രോണോളജിക്കൽ ഏജ് എത്രയാണ്? 86 ജനിച്ചതെന്ന് പറയുന്നു. 96, 2006, 2016 30 വയസ്സാണ്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജും 30. മെന്റൽ ഏജ് MA മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ഈ മാനസിക വയസ്സാണ് 30. അതിവിടെ എഴുതി. ക്രോണോളജിക്കൽ ഏജ് ആണ് ഈ 30 നമ്മളിപ്പോൾ കണ്ടെത്തി. 86 ജനിച്ചു, 96, 2006, 2016 30 വയസ്സ് ഇൻറ്റു 100 അല്ലേ? ഇനി ഇത് വെട്ടിയാൽ എത്ര ഉണ്ടാവും? ഇതിനെ വെട്ടിയാൽ 1/1 എന്നുണ്ടാകും. 1 × 1 അല്ലെ? 1 × 100 100. അപ്പൊ 100 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പൊ എ എന്ന ഓപ്ഷനാണ് ശരി. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് മറ്റൊരു വർഷത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഉത്തരം കിട്ടില്ല. അപ്പൊ 2020 2022 ഒക്കെയാണ് ഈ ചെയ്യുന്നതെങ്കിൽ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തുന്നതെങ്കിൽ അന്ന് ഉത്തരം 100 ആവണമെന്നില്ല. 100 ആവില്ല. കാരണം അവിടെ ഈ ക്രോണോളജിക്കൽ ഏജ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 2016 പ്രകാരം ഈ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്, അഥവാ 100 ആണ്. 23.
ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? എ. ചോംസ്കി മേഖല, ബി. ബ്രോക്ക മേഖല, സി. വെർണിക് മേഖല, ഡി. സെറിബെല്ലം. ഉത്തരം ബി ആണ്, ബ്രോക്ക മേഖല. ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ബ്രോക്ക മേഖല. ബി ആണ് ഉത്തരം. ചോദ്യം 24. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതിനാണ് കുട്ടികളിലെ സർഗപരത ഉണർത്തുവാൻ സാധിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതിനാണ് കുട്ടികളിലെ സർഗപരത ഉണർത്താൻ സാധിക്കുന്നത്? എ. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര? ബി. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? സി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോൾ? ഡി. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് എങ്ങനെ? ഇത് കുട്ടികളിലെ സർഗപരത ഉണർത്തുവാൻ സാധിക്കുന്നത് ഈ ചോദ്യങ്ങളിൽ ഏതിനാണ് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്ര? അത് എത്രയെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അങ്ങ് പറയാന്നല്ലാതെ അല്ലേ, 8800 എന്ന് പറയുന്ന ആ ഉത്തരം ഉണ്ടല്ലോ, ആ ഉത്തരം അങ്ങ് പറയും. കുട്ടി അത് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. എന്നാൽ ബി നോക്കാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? കുട്ടിക്ക് അല്ലെ പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് സ്വന്തമായിട്ട് തന്നെ പല ഉത്തരങ്ങളും പറയാൻ സാധിക്കും. ഇനി നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15 എന്ന ആ ഉത്തരം മാത്രമേ അതിൽ പറയേണ്ടതുള്ളൂ. കുട്ടി സ്വന്തമായിട്ട് യാതൊന്നും ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ടതില്ല. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് എങ്ങനെ? അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ബി എന്ന ചോദ്യം ഇവയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി സ്വന്തമായിട്ട് പലവിധ ഉത്തരങ്ങൾ ആ കുട്ടി കണ്ടെത്താൻ സാധിക്കും. പല കുട്ടികളും പലവിധ ഉത്തരങ്ങൾ പറയുകയും ചെയ്യും. അപ്പൊ അത് കുട്ടിയുടെ സർഗപരത വളർത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ശരി. 25. ടെർമാന്റെ IQ വർഗീകരണ പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏതാണ്? ടെർമാന്റെ IQ വർഗീകരണ പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏതാണ്? എ. 120 മുതൽ 130 വരെ അതിബുദ്ധിമാൻ. ബി. 80 മുതൽ 89 വരെ ബുദ്ധി കുറഞ്ഞവർ. സി. 70 താഴെ മന്ദബുദ്ധി. ഡി. 25 താഴെ മോറോൺ. ഇതിലേതാണ് തെറ്റായത് എന്നാണ് പറയേണ്ടത്. തെറ്റായത് ഡി ആണ്. 25 താഴെ മോറോൺ എന്നത് തെറ്റാണ്. ഇവിടെ IQ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർഗീകരണം നമ്മൾ നന്നായി പഠിച്ചു വെക്കണം. പല ചോദ്യങ്ങളും അങ്ങനെ മുമ്പ് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ ഇത് തെറ്റാവുന്നത്? 25 താഴെ മോറോൺ. ഇവിടെ സി എന്ന ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. 70 താഴെ മന്ദബുദ്ധി എന്നാണല്ലോ. ഈ മന്ദബുദ്ധികളെ 3ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്: മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. IQ 50നും 69നും ഇടയിലാണെങ്കിലാണ് മോറോൺസ്. അപ്പൊ ഇവിടുത്തെ തെറ്റ് ഇതാണ്. 25 താഴെ എന്ന് പറഞ്ഞല്ലോ. മോറോൺ എന്ന് പറഞ്ഞാൽ 50നും 69നും ഇടയിലാണ്. IQ 50നും 69നും ഇടയിലാണെങ്കിൽ അതിനാണ് മോറോൺ എന്ന് പറയാം. 25 മുതൽ 49 വരെ, 25നും 49നും ഇടയിലാണെങ്കിൽ ഇംബസൈൽസ് എന്നാണ് പറയാം. ഇവിടെ 25 താഴെ എന്നല്ലേ ഡി എന്ന ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. 25 താഴെ ഉള്ളതിന് ഇഡിയറ്റ്സ് എന്നാണ് പറയാ. അപ്പൊ ഇവിടെ മോറോൺ എന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്, ഇഡിയറ്റ്സ് എന്നാണ് പറയേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞ തെറ്റ്. അപ്പോൾ IQ പ്രകാരമുള്ള വർഗീകരണം ഞാനൊന്ന് പറയാം, അത് എല്ലാവരും നോട്ട് ചെയ്തു വെക്കുക. 140 മുതൽ മുകളിലോട്ടാണെങ്കിൽ ജീനിയസ് അഥവാ പ്രതിഭാശാലി എന്നാണ് പറയുക. 120 മുതൽ 139 വരെ അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ എന്നാണ് പറയുക. അതിബുദ്ധിമാൻ അഥവാ വെരി സുപ്പീരിയർ 120 മുതൽ 139 വരെ. 110 മുതൽ 119 വരെയാണ് ബുദ്ധിമാൻ അഥവാ സുപ്പീരിയർ.
90 മുതൽ 109 വരെ ശരാശരിക്കാരൻ അഥവാ ആവറേജ്. 80 മുതൽ 89 വരെ ബുദ്ധി കുറഞ്ഞവൻ, അതാണ് ഇവിടെ ബി എന്ന ഓപ്ഷനിൽ കാണാമല്ലോ. 80 മുതൽ 89 വരെ ബുദ്ധി കുറഞ്ഞവൻ, ഇംഗ്ലീഷിൽ ഡൾ എന്ന് പറയും, DULL, ഡൾ. 70 മുതൽ 79 വരെ അതിർ രേഖയിലുള്ളവർ, ബോർഡർ ലൈൻ. 70 താഴെ മന്ദബുദ്ധി, അതാണ് സി എന്ന ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു. മന്ദബുദ്ധികളെ പിന്നെ 3 വേർതിരിക്കുന്നു: മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. അത് നേരത്തെ വിശദീകരിച്ചു. അപ്പൊ ഈ വർഗീകരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. 26. തനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കാത്തതിനാൽ മനം നൊന്ത ഡിഗ്രി വിദ്യാർത്ഥിനിയായ ദിവ്യ ആ കടയിൽ നിന്ന് ഒരു കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. ഇവിടെ ദിവ്യ സ്വീകരിച്ച പ്രതിരോധ തന്ത്രം അഥവാ ഡിഫൻസ് മെക്കാനിസം ഏതാണ്? തനിക്കിഷ്ടപ്പെട്ട ചുരിദാർ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കാത്തതിൽ മനം നൊന്ത ഡിഗ്രി വിദ്യാർത്ഥിനിയായ ദിവ്യ ആ കടയിൽ നിന്ന് ഒരു കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. ഇവിടെ ദിവ്യ സ്വീകരിച്ച പ്രതിരോധ തന്ത്രം അഥവാ ഡിഫൻസ് മെക്കാനിസം ഏതാണ്? എ. പശ്ചാത്ഗമനം, റെഗ്രഷൻ. ബി. അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. സി. താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ. ഡി. ആക്രമണം അഥവാ അഗ്രഷൻ. ഉത്തരം ഏതാണ്? എ ആണ്, പശ്ചാത്ഗമനം അഥവാ റെഗ്രഷൻ. എ എന്ന ഓപ്ഷനാണ് ശരി. 27. എല്ലാ കുട്ടികളും നടക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കുവാൻ പഠിക്കുന്നു. ഏത് വികസന സിദ്ധാന്തവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാ കുട്ടികളും നടക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കുവാൻ പഠിക്കുന്നു. ഏത് വികസന സിദ്ധാന്തവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു? എ. വികസന മേഖലകൾ പരസ്പരാശ്രിതമാണ്. വികസന മേഖലകൾ പരസ്പരാശ്രിതമാണ്. ബി. വികസനം ഒരു വൈയക്തിക പ്രക്രിയയാണ്. സി. വികസനം ഒരു ക്രമാനുഗതമായ മുറക്ക് നടക്കുന്നു. വികസനം ഒരു ക്രമാനുഗതമായ മുറക്ക് നടക്കുന്നു. ഡി. വികസനം അനുസ്യൂതമായ ഒരു പ്രക്രിയയാണ്. ഉത്തരം ഏതാണ്? സി ആണ്, വികസനം ഒരു ക്രമാനുഗതമായ മുറക്ക് നടക്കുന്നു. അതാണ് ശരിയായ ഉത്തരം. എല്ലാ കുട്ടികളും നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കുവാൻ പഠിക്കുന്നു എന്നത് വികസനം ഒരു ക്രമാനുഗതമായ മുറക്ക് നടക്കുന്നു എന്ന വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 28. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലും എ ഗ്രേഡ് വാങ്ങി വരുമ്പോഴും ശ്രീജിത്തിന് അവന്റെ അച്ഛൻ ഓരോ ജോഡി പുതിയ ഉടുപ്പുകൾ സമ്മാനമായി നൽകാറുണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ എത്തിയതോടെ അവൻ പഠനത്തിൽ ഏറെ പിന്നോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ അവനെ പഠിക്കുവാൻ പ്രേരിപ്പിച്ച അഭിപ്രേരണ ഏതാണ്? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലും എ ഗ്രേഡ് വാങ്ങി വരുമ്പോഴും ശ്രീജിത്തിന് അവന്റെ അച്ഛൻ ഓരോ ജോഡി പുതിയ ഉടുപ്പുകൾ സമ്മാനമായി നൽകാറുണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ എത്തിയതോടെ അവൻ പഠനത്തിൽ ഏറെ പിന്നോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ അവനെ പഠിക്കുവാൻ പ്രേരിപ്പിച്ച അഭിപ്രേരണ ഏത്? എ. ആന്തരികം. ബി. ബാഹ്യം. സി. ജന്മസിദ്ധം. ഡി. ആവശ്യം. ഉത്തരം ബി ആണ്, ബാഹ്യം. ബി എന്ന ഓപ്ഷനാണ്, ബാഹ്യം എന്നതാണ് ശരി. 29ാമത്തെ ചോദ്യം നോക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടിവരുന്ന ഇതര ശേഷികൾ ഏതാണ്? പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടിവരുന്ന ഇതര ശേഷികൾ ഏതാണ്? എ. പ്രത്യാവർത്തന ശേഷി, റിവേഴ്സിബിലിറ്റി. ബി. വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ്. സി. പരിപാലനം അഥവാ കൺസർവേഷൻ. ഡി. മുകളിലുള്ളവയെല്ലാം. ഉത്തരം ഏതാണ്? ഉത്തരം ഡി ആണ്. ഈ മുകളിൽ പറഞ്ഞതെല്ലാം തന്നെ ആവശ്യമുള്ളതാണ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ ക്രമീകരണം എന്ന ശേഷി വികസിക്കുവാൻ വേണ്ടി വരുന്ന ഇതര ശേഷികളാണ് പ്രത്യാവർത്തന ശേഷി അഥവാ റിവേഴ്സിബിലിറ്റി, വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ്,
പിന്നെ പരിപാലനം അഥവാ കൺസർവേഷൻ. മുകളിലുള്ള ഈ മൂന്നെണ്ണവും ഇതിൻ്റെ ഉത്തരമാണ്. അഥവാ മുകളിലുള്ളവയെല്ലാം എന്ന ഡി എന്ന ഓപ്ഷനാണ് ഇതിൻ്റെ ഉത്തരം. 30. വ്യക്തിവ്യത്യാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഉപയോഗിക്കുവാൻ പാടില്ലാത്ത രീതി ഏതാണ്? വ്യക്തിവ്യത്യാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഉപയോഗിക്കുവാൻ പാടില്ലാത്ത രീതി ഏതാണ്? എ. കഴിവനുസരിച്ച് വർഗീകരണം. ബി. ചാടിക്കടക്കാനും ത്വരിതഗതിയിൽ മുന്നേറാനുമുള്ള അവസരം നൽകൽ. സി. പ്രത്യേക രീതിയിലുള്ള വ്യത്യസ്ത പഠന പരിപാടികൾ അവതരിപ്പിക്കുക. ഡി. ഒരേ രീതിയിലുള്ള ബോധന രീതി അവലംബിക്കുക. ഉത്തരം ഏതാണ്? ഡി ആണ്. വ്യക്തിവ്യത്യാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുവെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള ബോധന രീതി നൽകാൻ പറ്റില്ല, ഒരേ രീതിയിലുള്ള ബോധന രീതി അവലംബിക്കാൻ പറ്റില്ല. അപ്പോൾ ഡി ആണ് ഇവിടെ ആ അധ്യാപിക ചെയ്യാൻ പാടില്ലാത്ത കാര്യം.